പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ ധീരമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൂടെ ദാനമായി നൽകിയ ഒരുവനാകുന്ന കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. ചില നാളുകളായി തുടർമാനമായി ദൈവമാർ എന്ന വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 24 എപ്പിസോഡുകൾ കഴിഞ്ഞു. 25ാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നത്. തൽക്കാലം ഇതിവിടെ നിർത്തിവെക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പിന്നീട് കർത്താവ് അനുവദിച്ചാൽ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടരാം എന്നാഗ്രഹിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ 24 എപ്പിസോഡുകളിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ളതായ സത്യങ്ങൾ ചിലത് പഠിക്കുവാൻ കഴിഞ്ഞു. ഇനിയും എത്ര നാൾ പഠിച്ചാലും തീരാത്ത ഒരു വിഷയമാണ് ദൈവമാർ എന്നുള്ളത്. കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി പൂർത്തീകരിക്കുമ്പോൾ താൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു സുപ്രധാന വിഷയം ഇതാണ്. യോഹന്നാൻ 21-ാം അധ്യായത്തിൻ്റെ 25ാമത്തെ വാക്യഭാഗം. യേശു ചെയ്ത മറ്റ് പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു ചെയ്തതായ പ്രവൃത്തികളെക്കുറിച്ച് പൂർണ്ണമായിട്ടും വിവരിക്കുകയാണെങ്കിൽ വിവരിക്കുന്ന പുസ്തകം ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്നുള്ളതായ ഒരു നിരൂപണമാണ് കർത്താവിൻ്റെ ദാസനുള്ളത്. നമ്മുടെ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്നിട്ട് ഏതാണ്ട് 2000-ലധികം വർഷങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. എന്നാൽ കർത്താവ് യഹൂദന്മാരുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞതായ ഒരു കാര്യം, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് അവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേട്ടതായ യഹൂദന്മാർ അവനോട് ചോദിച്ചതായ ഒരു ചോദ്യം ഇങ്ങനെയാണ്: നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട് അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ തിരുവചനത്തിലൂടെ വ്യക്തമായി പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആദ്യനും അന്ത്യനുമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അവൻ ആദിയിൽ ഉണ്ടായിരുന്നവനാണ്. അവൻ്റെ പ്രായത്തിൻ്റെ അളവ് ഭൂമിയിൽ ഒരു ജ്ഞാനിക്ക് നിർണയിക്കുവാൻ കഴിയുകയില്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഇന്നത്തെ ശാസ്ത്ര ഗവേഷകർക്കും കർത്താവിനെ കുറിച്ചൊരു നിഗമനം നടത്തുവാൻ കഴിയുകയില്ല. കാരണം അവൻ നിത്യനായ ദൈവമാണ്.
നിത്യതയുടെ ദൈർഘ്യം ആർക്കും അറിയില്ല. സ്തോത്രം. ദൈവം യുഗങ്ങളും കാലങ്ങളും നിർണയിക്കുകയും സൃഷ്ടിപ്പിൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നതിന് മുമ്പേ കോടാനുകോടി സംവത്സരങ്ങൾക്ക് മുമ്പേ അവൻ ഉണ്ടായിരുന്നു എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. നിത്യത മുതൽ അവൻ ചെയ്തതായ പ്രവൃത്തികൾ ഓരോന്നും എഴുതിയ പുസ്തകം തന്നെ ലോകത്തിൽ ഒതുങ്ങുകയില്ല എന്ന് വിശുദ്ധ സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത്ര അഗാധമായവനാണ് നമ്മുടെ കർത്താവ്. ആ ദൈവത്തെ മനുഷ്യന്റെ പരിമിതമായ ചിന്താമണ്ഡലത്തിൽ ഒതുക്കുവാൻ ശ്രമിക്കുകയാണ് പിശാചും അവന്റെ ദാസന്മാരായ ചില മനുഷ്യരും. അവർ ആടുകളുടെ വേഷം ധരിച്ച് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയും അലറുന്ന സിംഹത്തെ പോലെയും ആരെയും വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുന്നു. അത്തരക്കാരുടെ വഞ്ചനയിൽ ആരും അകപ്പെടരുത് എന്നും സത്യം ജനം തിരിച്ചറിയണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തിരുവചന സത്യം മനസ്സിലാക്കുക. ദൈവം എവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മനുഷ്യർക്ക് കഴിയില്ല എന്ന് താൻ അറിഞ്ഞിരുന്നത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി വെളിപ്പെട്ടു വന്ന് മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തയാഗമായി തീർന്നു എന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിലും പഠിച്ചതാണ്. അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ പറയുന്നത്, എൻ്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. താൻ മഹത്വമായവനാണ്. അവൻ്റെ മഹത്വം മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയുന്നതുമല്ല എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 43-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യഭാഗത്തിൽ എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്നവിടെ കാണുവാൻ കഴിയുന്നു. പരമനാഥനായ നമ്മുടെ കർത്താവ് തന്നെയാണ് മനുഷ്യന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുകയും അവന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുകയും ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ടും ഇവിടെ പ്രവാചകൻ മുഖാന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം തന്നെ 44-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ ചോദിക്കുകയാണ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ അമ്മയുടെ ഗർഭത്തിൽ അവനെ നിർമ്മിച്ചവനും യഹോവയായ ദൈവമാണ് എന്ന് ദൈവം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം പറയുന്നത്, ഞാൻ സകലവും ഉണ്ടാക്കുന്നു.
ഞാൻ തന്നെയാണ് ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നത്, എന്നോടുകൂടെ ആർ ഉണ്ടായിരുന്നു എന്നുള്ളതായ ഒരു ചോദ്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പരിശുദ്ധനായ കർത്താവിനോടുകൂടെ സഹായികൾ ആരും ഉണ്ടായിരുന്നില്ല. താൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. സൃഷ്ടിപ്പൻ പ്രവർത്തനത്തിൽ തന്നെ സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീണ്ടെടുപ്പൻ പ്രവർത്തനത്തിലും തന്നെ സഹായിപ്പാൻ ആരുടെയും ആവശ്യം തനിക്കില്ലായിരുന്നു. മനുഷ്യരിൽ നിന്നും ഒരു മധ്യസ്ഥനെ എടുക്കുവാൻ കണ്ടില്ല, അഥവാ അങ്ങനെ ഒരു മധ്യസ്ഥനില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്നും പറഞ്ഞയക്കുവാൻ മറ്റൊരുത്തൻ ഇല്ല എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സർവശക്തനായ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ കണ്ടെത്തിയ ഒരു മാർഗമാണ് തൻ ജഡത്തിൽ വെളിപ്പെടുക എന്നുള്ളത്. സ്തോത്രം. തനിക്ക് പകരക്കാരനായി മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി ലോകത്തിലേക്ക് കടന്നു വരുവാൻ മറ്റൊരുവനില്ല എന്ന് കണ്ടുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതും അത്യന്താപേക്ഷിതമായിരുന്നതുകൊണ്ടും പരിശുദ്ധനായ കർത്താവ് തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നു എന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. ആകയാൽ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും നിത്യനും വിശുദ്ധനുമായ ദൈവം തൻ്റെ വിശുദ്ധിക്ക് വേണ്ടി, തൻ്റെ നീതി നിവർത്തിക്കപ്പെടുവാൻ തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ ദിവ്യമായ പ്ലാനിൽ കണ്ടെത്തിയ മാർഗമായിരുന്നു ജഡത്തിൽ വെളിപ്പെടുക എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. മറ്റ് യാതൊരു മാർഗവും മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ഇല്ലാതിരുന്നത് കൊണ്ട് താൻ തന്നെ ലോകത്തിലേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു. താൻ ലോകത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തൻ്റെ തനതായ സ്വഭാവത്തിൽ അതേ അവസ്ഥയിൽ തനിക്ക് ലോകത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, നിത്യമായ തേജസ്സിൽ വസിക്കുന്നവനാണ്. അവൻ അതേ രൂപത്തിൽ ലോകത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ വന്നാൽ ലോകത്തിൽ പിന്നെ ഒന്നും ഉണ്ടാവുകയില്ല, എല്ലാം ശൂന്യമായി തീരും, അഥവാ ഭസ്മമായി തീരും. അത്രമാത്രം ശക്തനായ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവം തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാനായിട്ട് കണ്ടെത്തിയ മാർഗം താൻ തൻ്റെ മക്കളെ പോലെ ഒരു ശരീരം സ്വീകരിച്ച് ആ ശരീരത്തിനുള്ളിൽ വസിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതായിരുന്നു തൻ്റെ പ്ലാൻ. അങ്ങനെയാണ് കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വരുവാൻ തീരുമാനിച്ചതും അതിനൊരു കാലനിർണയം വെച്ചു എന്നും കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വന്നു എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം നിശ്ചയിച്ചതായ സമയം, ആ സമയത്ത് അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-28 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത്
തെരഞ്ഞെടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിനു വേണ്ടി ലോകത്തിൽ ഭോക്ഷത്വമായത് തെരഞ്ഞെടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. അത് ജാതികളുടെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ. സ്തോത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ തൻ്റെ മക്കളെ സംബന്ധിച്ചതുമായ ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും യാതൊരു കുലമഹിമയും ഇല്ലാത്ത നികൃഷ്ടവുമായത് ജാതികളായ പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്നതായ കഴുതക്കുട്ടികളെ കർത്താവ് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. ദൈവം തൻ്റെ മക്കളോട് കാണിച്ച ആ സ്നേഹവും മഹിമയും എത്രമാത്രം വലുതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ജാതികളായ നമ്മെ സംബന്ധിച്ച് യാതൊരു കാരണവശാലും ദൈവസന്നിധിയിൽ കടന്നു വരുവാനോ ജീവനുള്ള ദൈവത്തെ അറിയുവാനോ അവൻ്റെ രാജ്യത്തിൽ ഓഹരിക്കാരാകുവാനോ സാധ്യമല്ലായിരുന്നു. എന്നാൽ സർവ്വലോകനായിരിക്കുന്ന കർത്താവ്, സ്തോത്രം, നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യാനുഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളേണ്ടതും അത്തരത്തിലുള്ളതായ ഒരു ഭാഗ്യം നമുക്കുണ്ടായതുകൊണ്ട് ഈ ഭാഗ്യം ലഭിക്കപ്പെട്ടതായ വ്യക്തി ജീവിതങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി മരണം വരെയും പോരാടേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ലോകത്തിൻ്റെ വഴികളിലേക്ക് തിരിയുവാനല്ല, ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങൾ ആസ്വദിക്കുവാനല്ല, ഉയരത്തിലുള്ളതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സുഖങ്ങളെയും സന്തോഷത്തെയും വിട്ട് ഉന്നതങ്ങളിൽ അരുമനാഥനായ കർത്താവ് തൻ്റെ മക്കൾക്കായി ഒരുക്കുന്ന ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനു വേണ്ടി ഓരോ ദൈവമക്കളും തങ്ങളെ തന്നെ ഒരുക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുകയാണ്, അവൻ ഇസ്രായേലിന്റെ രാജാവാണ്, അവൻ തന്നെയാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ അരുളി ചെയ്യുന്നത്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മാനവകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതിന് വേണ്ടി യഹോവയായ ദൈവത്തിന് മാത്രമല്ലാതെ മറ്റാർക്കും അധികാരമോ അവകാശമോ ഉണ്ടായിരുന്നില്ല. മറ്റാർക്കും അതിന് സാധ്യമാവുകയുമില്ലായിരുന്നു. യഹോവയായ ദൈവം തന്നെ തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ കടന്നു വന്നു. അവൻ വീണ്ടെടുപ്പുകാരനായിട്ട് കടന്നു വരുന്നതിന് മുമ്പേ അവൻ തൻ്റെ മക്കളുടെ രാജാവായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. അവൻ അരുളി ചെയ്യുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല എന്ന് പറയുമ്പോൾ
മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവനെ വീണ്ടെടുത്തവനായ ഏക സത്യ ദൈവം അവനാണ് എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം മറ്റൊരു ലെവലിലാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സകല മനുഷ്യരുടെയും പാപങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നവൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നത്, ഞാനല്ലാതെ ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരു രക്ഷകൻ, പാപത്തിനു വേണ്ടി പരിഹാരം വരുത്തുന്നവൻ ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് യഹോവയായ ദൈവം പറയുമ്പോൾ, പുതിയ നിയമ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു അല്ലാതെ ഒരു രക്ഷിതാവ് ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ ഇല്ല എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ രണ്ട് രക്ഷിതാക്കളോ രണ്ട് വീണ്ടെടുപ്പുകാരോ രണ്ട് ദൈവമോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരേ ഒരു ദൈവം, യഹോവയായ ദൈവം തന്നെയാണ്. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റ് പല നിലകളിലും ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. വാസ്തവത്തിൽ അത് ദൈവികമാകുന്ന ചിന്തയല്ല, അത് പൈശാചികമാകുന്ന ആലോചനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സകല മനുഷ്യരും ഒരുങ്ങിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അതിന് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യനും അന്ത്യനുമായ യഹോവയായ ദൈവം പ്രവാചക പുസ്തകത്തിൽ അതിന്റെ 45-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യഭാഗത്തിൽ പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്ന് രേഖപ്പെടുത്തുകയാണ്. സകല ഭൂസീമാവാസികളും, ഭൂതലത്തിൽ വസിക്കുന്നതായ സകല പ്രിയപ്പെട്ടവരും കർത്താവായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടണം, അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്ന് യഹോവയായ ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് അതിൻ്റെ 23-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയുള്ളതും മടങ്ങാത്തതുമായ വചനം പുറപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ സകല മനുഷ്യരുടെയും മുഴങ്കാലുകൾ യഹോവയായ ദൈവത്തിൻ്റെ മുൻപാകെ മടങ്ങും എന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അത് ഏത് നാവും സത്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന നീതിയുള്ള വചനമാകുന്നു എന്നും കർത്താവ് രേഖപ്പെടുത്തുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്നുള്ളതാണ്. സ്തോത്രം. അത് കർത്താവ് തന്നെ സത്യം ചെയ്യുന്നു, എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലം മടങ്ങും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ ഏത് മുഴങ്കാലം മടങ്ങുവാൻ ഇടയായിത്തീരുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ ഒരു കാര്യവും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ദാസൻ പറയുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി
അവനെ ഏറ്റവും ഉയർത്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. യേശുക്രിസ്തുവിന്റെ നാമത്തിന് മേലായ മറ്റൊരു നാമം ഇല്ല. സകല നാമത്തിനും മേലായ നാമമാണ് ദൈവം കർത്താവായ യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും, നേരത്തെ നമ്മൾ പ്രവാചക പുസ്തകത്തിൽ വായിച്ചത്, എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തതുമായ വചനം പുറപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് സംസാരിക്കുന്നു. ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അതുകൊണ്ട് ദൈവം യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തുവാനിടയായി തീർന്നു. അവന് എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരികയും ചെയ്യും എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെ മുഴങ്കാലുകൾ മടങ്ങണം. സ്വർലോകർ എന്ന് പറയുന്നത് ദൂത സംഘമാണ്. സ്വർലോകവാസികളായിരിക്കുന്ന സകല ദൂതന്മാരുടെയും മുഴങ്കാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുൻപിൽ മടങ്ങണം. ഭൂലോകരുടെ മുഴങ്കാലൊക്കെയും മടങ്ങണം. ഭൂലോകർ എന്ന് പറയുമ്പോൾ മനുഷ്യരാണ്. ഭൂമിയിലുള്ളതായ സകല മനുഷ്യരുടെയും മുഴങ്കാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ മടങ്ങണം. സ്തോത്രം. അതിന് ഒരു വ്യക്തിക്ക് പോലും അതിൽ നിന്നും ഒഴിവ് തിരിവ് പറയുവാൻ കഴിയുകയില്ല. ഇപ്പോൾ അതൊക്കെ പറയുവാൻ കഴിയും. യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, യേശുവിനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, യേശു ദൈവമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു തിരിയുവാൻ ഇപ്പോൾ സാധിക്കും. എന്നാൽ യാതൊരു കാരണവശാലും പറഞ്ഞൊഴിയുവാൻ കഴിയാത്തതായ ഒരു സമയം സകലരുടെയും മുൻപാകെ കടന്നു വരുവാൻ പോവുകയാണ്. അന്ന് ഭൂലോകരായിരിക്കുന്ന സകല മനുഷ്യരും യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ മുഴങ്കാലുകൾ മടക്കുകയും അധോലോകർ പറഞ്ഞാൽ പാതാളത്തിൽ കിടക്കുന്നതായ ആളുകളും യേശു ക്രിസ്തുവിന്റെ മുൻപാകെ മുഴങ്കാലുകൾ മടക്കുമെന്നാണ് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പാതാളവാസികളായിരിക്കുന്ന പാപം ചെയ്തതായ സകല ആത്മാക്കളും യേശുവിന്റെ മുൻപാകെ മുട്ടുമടക്കുകയും സ്വർലോകരും ഭൂലോകരും അധോലോകരും ഒരുപോലെ വിളിച്ചു പറയുന്നതായ ഒരു കാര്യം, എല്ലാ നാവും ഒരുപോലെ പറയുകയാണ്: യേശു തന്നെ കർത്താവ്. യേശു തന്നെ കർത്താവ് എന്ന് പറയുമ്പോൾ യേശുവാണ് യഥാർത്ഥമായി യഹോവ എന്നാണ് ഈ മൂന്ന് വിഭാഗം ആളുകളും ഒരേ സ്വരത്തിൽ പറയുവാൻ പോകുന്നത്. യേശു തന്നെ യഹോവ എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരികയും ചെയ്യുമെന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുള്ളത്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, വിപരീതമാകുന്ന ഉപദേശങ്ങൾ കൊണ്ട് ലോകം മുഴുവനും പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
സത്യോപദേശം എന്തെന്ന് വളരെ വ്യക്തമായിട്ട് നാം തിരിച്ചറിയുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നാം ആരാധിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. അവനല്ലാതെ വേറൊരു ദൈവവുമില്ല. സ്തോത്രം. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിലാണ് സ്വർലോകരും ഭൂലോകരും അധോലോകരൊക്കെയും മുഴങ്കാൽ മടക്കുകയും യേശുക്രിസ്തുവിനെയാണ് സ്വർലോകരും ഭൂലോകരും അധോലോകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. യേശു തന്നെ യഹോവ, യേശു തന്നെയാണ് കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്നതായ ഒരു സമയം വരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് യഹോവ. അവനല്ലാതെ വേറൊരു ദൈവമില്ല. അവൻ ആദ്യനും അന്ത്യനും ഒന്നാമത്തവനും ഒടുക്കത്തവനും അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് സംസാരിക്കുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി ലോകത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധനായ യഹോവ ഈ കാലഘട്ടത്തിൽ നിന്ദിതനും ജാതികളുടെ മുമ്പിൽ അവർക്ക് വെറുപ്പും അധിപതികളുടെ ഒരു ദാസനെ പോലെയൊക്കെ ഈ കാലഘട്ടത്തിൽ ലോകത്തിലായിരിക്കുന്നു എങ്കിലും വിശ്വസ്തനായ യഹോവ നിമിത്തവും ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത പരിശുദ്ധൻ നിമിത്തമായിട്ടും ലോകത്തിലുള്ളതായ സകല രാജാക്കന്മാരും അവനെ കണ്ടവന്റെ മുൻപിൽ വളരെ എളിമയോടെ എഴുന്നേൽക്കുവാനിടയായിത്തീരും. കാരണം ഭൂമിയിലുള്ള സകല രാജാക്കന്മാരുടെയും രാജാവാണ് അവൻ. അവനെ രാജാതി രാജാവ് എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ഭൂമിയിലുള്ളതായ സകല രാജാക്കന്മാരും തൊഴുകയോട് അവന്റെ മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുകയും ഭൂമിയിലുള്ള സകല പ്രഭുക്കന്മാരും അവനെ കണ്ട് നമസ്കരിക്കുകയും അഥവാ ആരാധിക്കുകയും ചെയ്യുമെന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം. ആരാധ്യനായ ഏക ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആരാധനയ്ക്ക് അവനാണ് യോഗ്യനായവൻ. സകല സ്തുതികൾക്കും സ്തോത്രത്തിനും മഹത്വത്തിനും യോഗ്യനായവനാണവൻ. അവനെ പോലെ വേറൊരുത്തനില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അന്യത ഉപദേശിക്കുന്നവരുടെ വ്യാജ ഉപദേശങ്ങളിൽ കുടുങ്ങി പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് തിരുവചനത്തിന്റെ സത്യം എന്താണെന്ന് വചനത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കണം. പ്രസംഗിക്കപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിന് പ്രസംഗിക്കുന്നതാണോ ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണോ എന്ന് തിരുവചനവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിച്ച് സത്യം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ വായിക്കുന്നു:
നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. സ്തോത്രം. നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം നിന്റെ ഭർത്താവാകുന്നു എന്നും സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. അവനാണ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ. അവൻ തന്നെയാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ സർവഭൂമിയുടെയും ദൈവം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം ഇപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നില്ലെങ്കിൽ പോലും, സ്തോത്രം, ഒരു നാളിൽ സകല ആളുകളും യേശുക്രിസ്തു തന്നെയാണ് സർവഭൂമിയുടെയും ദൈവം എന്ന് വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കുകയും യഥാർത്ഥമായ യഹോവയായ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനായ യേശു എന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കുന്നില്ല എങ്കിൽ ശിക്ഷാവിധിയിൽ വീണു പോകുവാനിടയാകുമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് ആ 17-ാമത്തെ വാക്യഭാഗത്തിൽ കാണുകയാണ്. ഇതിന്റെ സന്ദർഭം നമുക്കറിയാം. കർത്താവ്, സ്തോത്രം, യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെട്ട അവന്റെ അംഗവർണ്ണനകളൊക്കെയും അവനെ വെളിപ്പെടുത്തി അവൻ അത് കണ്ടതിന് ശേഷം അവനോട് സംസാരിച്ച് ശബ്ദം കേൾക്കുവാൻ അവൻ തിരിഞ്ഞു. സ്തോത്രം. അവനെ കണ്ടിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവന്റെ വലം കൈ യോഹന്നാന്റെ മേൽ വെച്ചിട്ട് പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലനോട് പറയുകയാണ്. പിന്നീട് അതിന്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നേക്കും അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ മരിച്ചവനായിരുന്നു എന്നും എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും അവൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുകയില്ല എന്ന് വളരെ സ്പഷ്ടമാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ എല്ലാ വർഷങ്ങളിലും അവൻ ജനിച്ചവനായി കാണുകയും അവൻ മരിച്ചവനായി കാണുകയും ചെയ്യുകയാണ്. എന്നാൽ തിരുവചനം വ്യക്തമായി നാം പഠിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും തനിക്ക് മരണമുണ്ടാവുകയില്ല. ഒരിക്കലും താൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ജനിക്കുകയുമില്ല എന്നാണ് കർത്താവിന്റെ വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പിന്നീട് അവിടെ കർത്താവ് പറയുന്നത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ അനേകരും അത് അംഗീകരിക്കുവാൻ തയ്യാറാകാതെ
പലരും വചനത്തോട് മറുത്തു മത്സരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വെളിപ്പാട് 22-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ടും ദൈവമായിട്ടും രക്ഷിതാവായിട്ടും അംഗീകരിക്കുവാൻ കഴിയാത്തവനൊക്കെയും അനീതിയാണ് ചെയ്യുന്നത്. നീതിമാനായ ദൈവത്തിൻ്റെ സത്യവചനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അവരനീതി ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. പക്ഷെ മറ്റൊരു കാര്യം, നീതിമാൻ ഇനിയും തന്നെ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അനീതിക്കാർ അനീതി ചെയ്യുമ്പോൾ അതിന് നോക്കി അസൂയപ്പെടുകയോ അവരോട് പ്രതികരിക്കുവാൻ നിൽക്കുകയോ ചെയ്യേണ്ടുന്ന കാര്യമില്ല. അവരതങ്ങനെ ചെയ്യുകയുള്ളൂ. അവരത് തന്നെ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ നീതിമാനാണെന്ന് പറയുന്നവൻ ആരായിരുന്നാലും ഇനിയും നീതി തന്നെ ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ അടുത്ത ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കർത്താവ് വേഗത്തിൽ പ്രതിഫലവുമായിട്ട് കടന്നു വരുന്നു. ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ളതായ പ്രതിഫലം കൊടുപ്പാൻ നമ്മുടെ കർത്താവിൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവും. അത് പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരേ ഒരു ദൈവം, പഴയ നിയമത്തിലെ യഹോവ, തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സകല ഭൂവാസികളും അവങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികളെ ചേർക്കുവാൻ ഇതാ നമ്മുടെ അരുമ മണവാളനായ കർത്താവ് കടന്നു വരുവാൻ സമയമായിരിക്കുന്നു. അവൻ്റെ കടന്നുവരവിൻ്റെ മാറ്റൊലികളാണ് ഇന്ന് ലോകത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സമയമേറെയില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. സകലരും ഒരുങ്ങുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും എളിയവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയറ്റിക്കൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ദൈവമാർ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില നാളുകളായി അടിയൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സ്തോത്രം, ഈ എപ്പിസോഡോടുകൂടെ തൽക്കാലം അത് നിർത്തിവെക്കുകയാണ്. ഇനി അവസരം ലഭിച്ചാൽ സ്തോത്രം വീണ്ടും അത് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ കർത്താവും ദൈവമായവനെ നീ അടിയനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ആവശ്യമായിരിക്കുന്ന ദൈവിക ആലോചന നൽകിയാട്ട് ഈ അന്ത്യകാലത്ത് ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാതെ സകലരെയും നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നീ വിളിച്ച് വേർതിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അടിയന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവിന്റെ വിലയേറിയ ദാസന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. സകലാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മഹത്വം ചെയ്യട്ടെ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം.